ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ച് അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യമാണ്. വേറെയൊന്നുമല്ല, ബ്രേക്കപ്പിന്റെ കുറച്ച് ഗുണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പൊതുവെ അറിയാം, ബ്രേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആകെ ഡിപ്രഷനും വിഷമവും കരച്ചിലും കണ്ണീരൊക്കെയാണല്ലേ. എന്നാൽ ഈ ബ്രേക്കപ്പിന് കുറെ അധികം ഗുണങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്കറിയോ? ഈ 5 ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ബ്രേക്കപ്പിന്റെ ഒന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഫ്രീഡം ആണ്, അതായത് സ്വാതന്ത്ര്യം. ഇത്രയും നാളും അവിടെ പോവരുത്, ഇവിടെ പോവരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, നീ അവിടെ പോവരുത്, അതായത് നീ അങ്ങനെ ട്രാവൽ ചെയ്യാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം കറങ്ങാൻ പോവരുത്, ആ ഒരു ഫുഡ് കഴിക്കല്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്രയും നാൾ നിങ്ങൾക്ക് കുറെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. എന്നാൽ ഈ ഒരു ബ്രേക്കപ്പോട് കൂടി ആ റെസ്ട്രിക്ഷൻ കാര്യങ്ങൾ ഒക്കെ മാറുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫുൾ ഫ്രീഡമാണ് നിങ്ങളുടെ ലൈഫിൽ. ഇതാണ് നമ്മുടെ ബ്രേക്കപ്പിന്റെ ഒന്നാമത്തെ ഗുണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പൊതുവെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. വേറെയൊന്നുമല്ല, വായിനോട്ടമാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബോയ്സ്, ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ ബോയ്സിനെ കാണുമ്പോഴത്തേക്കും നോക്കും, അതേപോലെ തന്നെ ബോയ്സ് ആണെങ്കിൽ ഗേൾസിനെ കാണുമ്പോൾ നോക്കും. നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇരിക്കുമ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ബ്രേക്കപ്പ് ആയാലോ, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വായി നോക്കാം, ആരോട് വേണമെങ്കിലും മിണ്ടാം, എത്ര നേരം വേണമെങ്കിലും ഓൺലൈനിൽ കയറിയിരിക്കാം, ചാറ്റ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതും ഫ്രീഡത്തിൽ വരുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ വായി നോക്കാനൊന്നും പറ്റത്തില്ല. അതായത് ഏതിലൊരു പെൺകുട്ടീനെ കണ്ടിട്ട് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ദിവസം ഫുള്ള് ആ ഒരു പെൺകുട്ടിയുടെ, അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ വാരികിടം മുഴുവനും കേൾക്കുന്നത്. എന്നാൽ ബ്രേക്കപ്പ് ആയാലോ, നിങ്ങൾക്ക് ആര് വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും വായി നോക്കൂ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ നിങ്ങളോട് ചോദിക്കാനോ പറയാനോ ഒന്നും ആരുമില്ല അല്ലേ. പണ്ടേക്കൊന്ന് വായി നോക്കിയാലോ, എത്ര നേരമായിരിക്കും നിങ്ങൾ തമ്മിൽ അടികൂടുക, ആ ഒരു പ്രശ്നമേ ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡേറ്റിംഗ് ആണ്. അതായത് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഡേറ്റിങ്ങിനൊന്നും പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൂടെയുള്ള ഒരു ആൺകുട്ടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേറെ ഡേറ്റിങ്ങിനോ കാര്യത്തിനോ ഒന്നും പോകാൻ പറ്റുന്നില്ല. എന്നാൽ ബ്രേക്കപ്പ് ആയാലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഡേറ്റിങ്ങിനോ ഒക്കെ പോകാൻ വേണ്ടി പറ്റും. ഫുൾ ഫ്രീഡമാണ് അല്ലേ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ജെന്യുവൻ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക എന്നതാണ്. അതായത് നിങ്ങൾ ഏറ്റവും ലൈഫിൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒപ്പം കൂടെ നിൽക്കുന്ന ആ ഒരു ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അവൾ പോയാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവൻ പോയാൽ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്കപ്പിലൂടെ കിട്ടും. അതായത് നല്ല ഫ്രണ്ട്സ് ഏതാ, ചീത്ത ഫ്രണ്ട്സ് ഏതാ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ബ്രേക്കപ്പിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അവസരമാണ് ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നും വന്ന വീഴ്ചകൾ, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും ഇനി പുതിയതായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഈ തെറ്റുകൾ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതെയാക്കിയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാനും പറ്റും. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ് ഒരു ബ്രേക്കപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സിനും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.